അപ്പോൾ നമ്മുടെ അന്ന് അനുമോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം നമ്മൾ ആദ്യം മേത്തൊന്നും വീണില്ല. അത് നമ്മുടെ മസ്താനി തള്ളാൻ പറഞ്ഞിട്ടാണ് അത് തള്ളിയത്. അപ്പം ആര്യനൊന്ന് മേത്ത് വീണു. അപ്പോൾ നമ്മൾ അപ്പം തന്നെ പറഞ്ഞു അത് ശരിയല്ലാത്ത പരിപാടിയാണ്. അപ്പം ലാലേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട്, മസ്താനിക്ക് ഒരാളെ തള്ളാൻ പറ്റൂല എന്നൊക്കെ ചോദിച്ചു. അത് അങ്ങനെ അറിയാത്ത അത് ആര്യൻ തള്ളാൻ പറഞ്ഞിട്ടാണ് എന്തല്ലേ. അപ്പോൾ മസ്താനിക്ക് തള്ളാം, മസ്താനെ ആരെങ്കിലും ഒന്ന് അറിയാണ്ട് തൊട്ടാൽ പോലെ അത് മണപ്പൂറായിട്ട് പിടിച്ചെന്ന് അറിയും. അത് തള്ളു. അപ്പോൾ ഇത് തന്നെ നന്നായിട്ട് മസ്താനെ തല്ലുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്, എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അത് ശരിയല്ല. അപ്പോൾ അവൻ ആരെയും പറയുന്നുണ്ട് ഞാൻ എനിക്കത് തല്ലെന്ന് പറയുമ്പോൾ ആര്യൻ അത് ചെയ്തത് ചെയ്യാൻ പാടില്ല, തെറ്റെന്ന് പറയാൻ പാടില്ല. അത് അറിഞ്ഞുകൊണ്ട് മണപ്പൂർവ്വമായിട്ട് തല്ലിയതാണ്. ഇത് അയാൾ തെന്നി വീണാൻ പോയപ്പോൾ കൊണ്ട് മേത്ത് തൊട്ടെന്ന് മാത്രമേ. പക്ഷെ മണപ്പൂർവ്വമായിട്ട് പിടിച്ചാൽ നമുക്ക് അയാൾ അവിടെ അതിനകത്ത് വയ്ക്കാൻ സമ്മതിക്കും. പക്ഷെ അറിയാണ്ട് കൊണ്ടതിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആര്യനും മസ്താനിയും കൂടി തല്ലിയതോ. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇവർ ചെയ്തത്, ഇവർ അറിഞ്ഞുകൊണ്ട് പിടിച്ചതോ. എന്താ പറയണ്ടേ. അപ്പോൾ ലാലേട്ടൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കൊടുക്കട്ടെ. അത് അനുമോൾ അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്ന കാരണം ഈ ആരാണ് തള്ളാൻ പറഞ്ഞത് എന്താണെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അനുമോൾ സീരിയസ് ആയിട്ട് സംസാരിക്കാമല്ലോ. അപ്പോൾ ഈ ആര്യനുള്ള തള്ളാൻ പറഞ്ഞത് 2 ദിവസം കിട്ടിയിട്ടുണ്ട്, നിൽക്കേണ്ട 2